Hello dear children, welcome to Kids Area Online. മൂന്നാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം ആണല്ലേ? പഠിച്ചായിരുന്നോ? പഠിച്ചു തുടങ്ങിയായിരുന്നോ? യെസ്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. ഇതെല്ലാം സൂമിൽ ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് വരുന്നത്. ഫീസ് നൽകി പഠിക്കേണ്ട കോഴ്സാണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഇൻ ഹാർമണി. മൂന്നാമത്തെ യൂണിറ്റ് എന്താണ്? ഇൻ ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഒറ്റൊരുമ, ഐക്യം, പൊരുത്തം എന്നൊക്കെ നമുക്ക് പറയാം. പൊരുത്തത്തോടെ, പൊരുത്തത്തിൽ, ഐക്യത്തിൽ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ കാണുന്നേ? ഇതാരാണ്? ക്രോ. ഇത് ക്രോയുടെ ആരാ? കുഞ്ഞുങ്ങളാണ് അല്ലേ? ബേബി ക്രോസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്രോ നമ്മുടെ ഇതിൽ ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? ഒരു ഡോഗിനെ കുറിച്ചാണ്. ഡോഗും ഡോഗിൻ്റെ കുട്ടികളുണ്ട് ഇവിടെ. ക്രോയും ക്രോയിൻ്റെ കുട്ടികളും ഉണ്ട് അല്ലേ? അപ്പോൾ ഡോഗിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാലോ. റോക്കി എന്ന ഡോഗിനെ കുറിച്ച് നല്ലതുപോലെ അറിയാലോ. റോക്കി ദ പപ്പി. റോക്കി എന്ന് പറയുന്ന ഒരു പപ്പിയാണ്. ഓക്കെ, അപ്പോൾ റോക്കിയെ കുറിച്ച് അറിയാലോ, പഠിച്ചില്ലേ? പിന്നെ ഇതിൽ ആരൊക്കെയുണ്ട്? റോക്കി ഉണ്ട്, ഒരു സ്ക്വിറൽ ഉണ്ട്, ഒരു ക്രോ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതിലെ ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ഒന്ന് നോക്കിയേ. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയേ. ആക്ടിവിറ്റി 1, ഐഡന്റിഫൈ appropriate pairs of words from the table. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ളവ തിരഞ്ഞെടുത്ത് എഴുതുക. ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്, ബീസ്. ബീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാ? തേനീച്ചകൾ. തേനീച്ചകൾ എന്താ ചെയ്യുന്നേ? ബൂസ്റ്റ്. തേനീച്ചകൾ എന്താ ചെയ്യുന്നേ? ബൂസ്ഡ്. ഓക്കെ, അതുപോലെ വേറെ എന്തുണ്ട്? ബീസ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ബേബി ഉണ്ട്, ബെൽസ് ഉണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പേരെല്ലാം എടുത്തെഴുതാം. ബീസ് ബുസ്ഡ് ആണ് നമുക്കറിയാം. അടുത്ത ആരാണ്? സ്നേക്ക് ആണ്. സ്നേക്ക്. സ്നേക്ക് ഉണ്ട്. അടുത്ത ആരാളെ? ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക്. ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് വേർഡ് നമുക്ക് പഠിക്കണം. അടുത്ത ആരാണ്? ബേബി. ബേബി ഉണ്ട്. ബേബി. നെക്സ്റ്റ് ആരാ? എന്താണ്? ബെൽസ്. ബെൽസ്. ലാസ്റ്റ് എന്താണ്? ലീവ്സ്. ലീവ്സ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. സ്നേക്ക് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ബേബി ഉണ്ട്, ബെൽസ് ഉണ്ട്, ലീവ്സ് ഉണ്ട്. ബീസ് ബുസ്ഡ് ആണെന്ന് നമുക്കറിയാം. സ്നേക്ക് എന്താണ്? സ്നേക്ക് ഹിസ്ഡ്. സ്നേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹിസ്ഡ് ആണ്. സ്നേക്കുമായിട്ട് ബന്ധപ്പെട്ടത് ഹിസ്ഡ്. സ്നേക്കുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ഹിസ്ഡ്. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്നേക്കുമായിട്ടാണ്. ക്ലോക്ക്. ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? ടിക് ടിക് ടിക്. ടിക് സൗണ്ട്. ടിക് ടിക്. കാരണം ടിക് ടിക് എന്ന സൗണ്ട് ഉണ്ടാക്കുന്ന ആരാ? ക്ലോക്ക് ആണ്. അപ്പൊ ടിക്ഡ്. ക്ലോക്ക് എന്താണ്? ടിക്ഡ് ആണ്. ഇനി ബേബി. ബേബി എന്താണ്? ബേബി എന്താ ചെയ്യാ? ഗിഗിൾഡ്. ഗിഗിൾഡ്. ഓക്കെ, ബേബി എന്താണ്? ഗിഗിൾഡ്. GIGGLED. ഇതിന്റെ മീനിങ് പറഞ്ഞുതരാം കേട്ടോ. ബെൽസ് എന്താണ്? ബെൽസ്. ജിംഗിൾ ബെൽസ്. യെസ്, ജിംഗിൾഡ്. എന്താണ്? ജിംഗിൾഡ്. ലീവ്സ് എന്താണ്? റസിൽഡ്. റസിൽഡ്. ഇത് ഓരോ ശബ്ദമാണേ. ബിയുടെ ശബ്ദം എങ്ങനെയാണ്? ബി എന്താ ചെയ്യുന്നത്? മുരളുക. ബൂസ്റ്റ്. ബി എന്താ ചെയ്യുന്നത്? ബൂസ്റ്റ്. ഇങ്ങനെ മുരളുക. ബിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ആ ഒരു ബൂസ്റ്റ്. സ്നേക്ക് എന്താ ചെയ്യുക? ശക്തമായിട്ട് ഇങ്ങനെ ചീറ്റും. ഹിസ്ഡ്. ചീറ്റുക.
ക്ലോക്കിന്റെ ശബ്ദം എങ്ങനെയാ? ടിക് ടിക് ടിക്. ബേബി എന്താ ചെയ്യുക? ചിരിക്കും അല്ലെ? ഗിഗിൾഡ്. കുഞ്ഞുങ്ങളുടെ ചിരി അറിയാലോ, അതിനാണ് ഗിഗിൾഡ് എന്ന് പറയാ. ബെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ജിങ്കിൾഡ്. കിലുക്കം. ജിങ്കിൾ എന്ന് പറഞ്ഞാൽ കിലുങ്ങുക. കിലുങ്ങുന്നത് എന്താണ്? ബെല്ലാണല്ലോ. ലീവ്സ്. ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇങ്ങനെ അനക്കമില്ലേ, ഇലകളുടെ ശബ്ദം, താഴെ വീണ് കിടക്കുന്ന ഇലകളിൽ ചവിട്ടി പോകുന്ന ഒരു ശബ്ദം ഇല്ലേ, ചവിട്ടി പോകുമ്പോൾ, അതാണ് റസൽട്ട്. ഓക്കെ. അപ്പോൾ ബീസ് ബൂസ്റ്റ്, സ്നേക്ക് ഹീസ്ഡ്, ക്ലോക്ക് ടിക്ഡ്, ബേബി ഗിഗിൾഡ്, ബെൽസ് ജിങ്കിൾഡ്, ലീവ്സ് റസൽഡ്. പഠിച്ചോ? ഒരിക്കൽ കൂടി പറയാം. ഇത് പേഴ്സ്, അതായത് അപ്രോപ്രിയേറ്റ് പേഴ്സ്, ശരിയായവ തമ്മിൽ യോജിപ്പിക്കുക, ഉചിതമായ ജോഡി വാക്കുകൾ കണ്ടെത്തി എഴുതുക എന്നാണ്. അപ്പൊ ഇതിൽ നിന്നറിയാം, ബീസ് എന്ന് പറഞ്ഞാൽ എന്താ? ബീസ് എന്താ ചെയ്യുന്നത്? ബൂസ്റ്റ്. സ്നേക്ക് എന്താ ചെയ്യുക? ഹീസ്ഡ്. ക്ലോക്ക് എന്താ ചെയ്യുക? ടിക്ഡ്. ബേബി എന്താ ചെയ്യുക? ഗിഗിൾഡ്. ബെൽസ് എന്താ ചെയ്യുക? ജിങ്കിൾഡ്. ലീവ്സ് എന്താ ചെയ്യുക? റസിൽഡ്. തെറ്റിക്കില്ലല്ലോ? ഇങ്ങനെ ഇതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് എഴുതുമല്ലോ. തെറ്റിക്കോ? ഒരിക്കൽ കൂടി പറയണോ? വേണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇത് നല്ലതുപോലെ എഴുതുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആക്ടിവിറ്റി 2. The crow saw Rocky trying to climb up the tree. Her nest was on that tree. What would be her thoughts? ക്രോ എന്താണ്? ക്രോയുടെ ചിന്തകളാണ്. റോക്കി എന്ത് ചെയ്യാൻ ശ്രമിച്ചു? മരത്തിൽ കയറാനായിട്ട് ശ്രമിച്ചു. അവളുടെ കൂട് ആ മരത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്രോയുടെ ചിന്ത എന്തായിരുന്നിരിക്കാം? എന്തൊക്കെയായിരിക്കാം? The puppy is trying to climb the tree. പപ്പി എന്ത് ചെയ്യാണ്? ട്രീയിൽ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. The puppy is trying to climb the tree. Will it see my nest on the tree? എൻ്റെ ട്രീയിൽ എൻ്റെ കൂടിനെ കാണുമോ? പപ്പി എൻ്റെ കയറിയാൽ ഇനി എൻ്റെ കൂട് കാണുമോ? My chicks are alone in the nest. കൂട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ്? ഒറ്റയ്ക്കാണ്. Will the puppy destroy the nest? ഈ പപ്പി ഈ കൂടിനെ നശിപ്പിക്കുമായിരിക്കോ? How can I reach there? എനിക്ക് എങ്ങനെ അവിടെ എത്തിച്ചേരാൻ കഴിയുക? I must save my children. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും. ഇതായിരിക്കും എന്താ? കുഞ്ഞുങ്ങളെക്കുറിച്ച് ക്രോ ചിന്തിച്ചിട്ടുണ്ടാവുക. 4 സെന്റൻസ് വളരെ ഈസിയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ക്രോയുടെ ചിന്തകൾ എങ്ങനെ എഴുതാം? ക്രോയുടെ ചിന്തകൾ നമുക്ക് എങ്ങനെ എഴുതാം? The puppy is trying to climb the tree. പപ്പി എന്ത് ചെയ്യാണ്? മരത്തിൽ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് പഠിച്ചു പോവാം കേട്ടോ. ക്രോയുടെ ചിന്തകൾ. ക്രോയുടെ ചിന്ത എന്തായിരിക്കും? എന്തായിരിക്കും? The puppy is trying. Trying എന്ന് പറഞ്ഞാൽ ശ്രമിക്കുന്നു. The puppy is trying. എന്തിന് ശ്രമിക്കുന്നു? To climb the tree. To climb the tree. മരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. To climb the tree. ഈ ഒരു സെന്റൻസ് പഠിച്ചോ? The puppy is trying. പപ്പി ശ്രമിക്കുന്നു. To climb the tree. മരത്തിൽ കയറാൻ ശ്രമിക്കുന്നു. Will it see my nest on the tree? എൻ്റെ കൂട് കാണുമായിരിക്കോ? അതിൻ്റെ കൂടിനെ കാണുമായിരിക്കോ? Will it? ഉറപ്പായും അത് കാണുമായിരിക്കോ? Will it see my nest on the tree? Will it see my nest on the tree? എൻ്റെ കൂട് കാണുമായിരിക്കോ? Will it see my nest on the tree? വേറെ എന്ത് ചിന്ത വന്നിരിക്കാം? My chicks are alone in the nest. എൻ്റെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ ഒറ്റയ്ക്കാണ്. My chicks are alone in the nest. എൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ ഒറ്റയ്ക്കാണ്. My children are alone in the nest. എൻ്റെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ ഒറ്റയ്ക്കാണ്. My chicks are alone in the nest. Will the puppy destroy the net? പപ്പി എൻ്റെ കൂടിനെ നശിപ്പിക്കുവോ? Will the puppy destroy the nest? Destroy the nest? കൂട് നശിപ്പിക്കുവോ? പപ്പി എൻ്റെ കൂടിനെ നശിപ്പിക്കുവായിരിക്കോ?
അടുത്തെന്തായിരിക്കും? ഐ മസ്റ്റ് സേവ് മൈ ചിൽഡ്രൻ. ഞാൻ ഉറപ്പായും എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും. ഇത്രയും മതി. ഐ മസ്റ്റ് സേവ് മൈ ചിൽഡ്രൻ. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും. അപ്പം ഇത്രയെങ്കിലും എഴുതാൻ കഴിയുന്നവർ ഇത് ചോദിച്ചാൽ എഴുതുക. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ സെന്റൻസ് എഴുതി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ട് എഴുതുക. ദ പപ്പി ഈസ് ട്രൈങ് ടു ക്ലൈംബ് ദ ട്രീ. പപ്പി എന്ത് ചെയ്യാണ്? ട്രീയിൽ കയറാൻ ശ്രമിക്കുകയാണ്. കാക്കയുടെ ചിന്തകളാണ് കേട്ടോ. റോക്കി മുകളിലേക്ക് ചാടിയപ്പോൾ മരത്തിൽ കയറാൻ ശ്രമിക്കുമോ, മരത്തിൽ കയറുമോ എന്നൊക്കെയുള്ള ചിന്ത വന്നിരിക്കാം. അപ്പോൾ കാക്കയുടെ ചിന്തകളാണ്. ദ പപ്പി ഈസ് ട്രൈങ് ടു ക്ലൈംബ് ദ ട്രീ. പപ്പി എന്ത് ചെയ്യാണ്? മരത്തിൽ കയറാൻ ശ്രമിക്കുകയാണ്. വിൽ ഇറ്റ് സീ മൈ നെസ്റ്റ് ഓൺ ദ ട്രീ. എൻ്റെ കൂട് മരത്തിൽ കാണുമായിരിക്കുമോ? മൈ ചിക്സ് ആർ എലോൺ ഇൻ ദ നെസ്റ്റ്. എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ്? നെസ്റ്റിൽ ഒറ്റയ്ക്കാണ്. മൈ ചിക്സ് ആർ എലോൺ ഇൻ ദ നെസ്റ്റ്. കൂട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാണ്. വിൽ ദ പപ്പി ഡിസ്ട്രോയ് ദ നെസ്റ്റ്. എന്താണ്? പപ്പി എൻ്റെ കൂടിനെ നശിപ്പിക്കുമായിരിക്കോ? വിൽ ദ പപ്പി ഡിസ്ട്രോയ് ദ നെസ്റ്റ്. പപ്പി എൻ്റെ കൂടിനെ നശിപ്പിക്കുമായിരിക്കോ? ഐ മസ്റ്റ് സേവ് മൈ ചിൽഡ്രൻ. ഉറപ്പായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. ഇതായിരിക്കും ആര് ചിന്തിച്ചിട്ടുണ്ടാവുക? ക്രോ ചിന്തിച്ചിട്ടുണ്ടാവുക. ഒരിക്കൽ കൂടി പറഞ്ഞേ. ദ പപ്പി ഈസ് ട്രൈങ് ടു ക്ലൈംബ് ദ ട്രീ. പപ്പി എന്ത് ചെയ്യാണ്? മരത്തിൽ കയറാൻ ശ്രമിക്കുകയാണ്. വിൽ ഇറ്റ് സീ മൈ നെസ്റ്റ് ഓൺ ദ ട്രീ. എൻ്റെ മരത്തിൽ എൻ്റെ കൂടിനെ കാണുമായിരിക്കോ? മൈ ചിക്സ് ആർ എലോൺ ഇൻ ദ നെസ്റ്റ്. എൻ്റെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ ഒറ്റയ്ക്കാണ്. വിൽ ദ പപ്പി ഡിസ്ട്രോയ് ദ നെസ്റ്റ്. ഇനി എൻ്റെ പപ്പി കൂടിനെ നശിപ്പിക്കുമായിരിക്കോ? ഐ മസ്റ്റ് സേവ് മൈ ചിൽഡ്രൻ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. ഇതായിരിക്കാം കാക്കയുടെ ചിന്തകൾ. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? പഠിക്കാൻ കഴിയുമല്ലോ. 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഇതിന് എത്ര ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കാക്കയുടെ ചിന്തകളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. അടുത്ത് നോക്കാം. അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് 3ാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ ഡിസ്ക്രൈബ് ചെയ്യണം. ഈ പിക്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. ഇവിടെ നോക്കി, ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. ദാ ഒരു ട്രീ ഉണ്ട്. ട്രീയിൽ പാരറ്റ് ഇരിപ്പുണ്ട്. ട്രീ ഹോളിൽ പാരറ്റ് ഉണ്ട്. റോക്കി ഉണ്ട്. ഇവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു? മീൻ പിടിക്കുന്നു. ഒരാൾ തോണി തുഴയുന്നു. കൗ എന്ത് ചെയ്യുന്നു? പോണ്ടിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. ബട്ടർഫ്ലൈസ് തേൻ കുടിക്കുന്നു. ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ, ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് സെന്റൻസ് എന്ത് എഴുതണമെന്ന് അറിയാവോ? ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ഇനി എന്തിൻ്റെ പിക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഴുതുക. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ഗാർഡൻ ആണെങ്കിൽ ഗാർഡൻ, ഷോപ്പ് ആണെങ്കിൽ ഷോപ്പ്, പാർക്ക് ആണെങ്കിൽ പാർക്ക്. എന്താണോ നൽകിയിട്ടുള്ളത് അത് എഴുതുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. എഴുതാലോ? അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്താ എഴുതാനുള്ളത്? ദിസ് ഈസ് എ. അത് നമുക്ക് ഏത് പിക്ചർ തന്നാലും എഴുതുമ്പോൾ എന്ത് ചെയ്യാം? അത് ഈ സെന്റൻസ് നമുക്ക് കൂട്ടിച്ചേർക്കാം. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു മനോഹരമായ പിക്ചറാണ്. എന്തിൻ്റെയാ? ഓഫ്. എന്തിൻ്റെ പിക്ചറാണെന്ന് എഴുതുക. ഇവിടെ ഗാർഡൻ ആണ്. അതോട് ടീച്ചർ ഗാർഡൻ എന്ന് എഴുതി. അല്ലെങ്കിൽ നേച്ചർ. അപ്പോൾ ഇത് പ്രകൃതിയാണല്ലോ. പ്രകൃതിയാണെങ്കിൽ പ്രകൃതിയാണെന്ന് എഴുതുക. അപ്പോൾ ടീച്ചർ ഇവിടെ എന്താക്കുന്നു? ഗാർഡൻ ആണെങ്കിൽ ഗാർഡൻ എഴുതാം. നേച്ചർ ആണെങ്കിൽ നേച്ചർ എഴുതാം. പാർക്ക് ആണെങ്കിൽ പാർക്ക് എഴുതാം. ഇവിടെ ടീച്ചർ നേച്ചർ എന്ന് എഴുതുന്നു. പ്രകൃതി, പ്രകൃതിയുടെ പിക്ചർ. ഇത്രയും മനസ്സിലായല്ലോ? ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് നേച്ചർ. ഇനി ഗാർഡന്റെ പിക്ചർ ആണെങ്കിൽ ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ഗാർഡൻ. പാർക്ക് ആണെങ്കിലോ ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് പാർക്ക്. മാർക്കറ്റ് ആണെങ്കിലോ ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് മാർക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് ഇത് തന്നെ എഴുതാം. എഴുതുമല്ലോ? 2ാമത്തെ സെന്റൻസ് എന്ത് പിക്ചർ തന്നാലും നമുക്ക് എഴുതാൻ കഴിയുന്നത് ഹിയർ, ഇവിടെ. വി ക്യാൻ, നമുക്ക് കാണാൻ കഴിയും. വി ക്യാൻ സി. ഹിയർ വി ക്യാൻ സി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു.
എന്തൊക്കെയാണുള്ളതെന്ന് എഴുതുക. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? 2 ആളുകളില്ലായിരുന്നോ? ഒരു പാരറ്റ് ഇല്ലായിരുന്നോ? എന്തൊക്കെയാണോ കണ്ടത് എഴുതാം. ഫ്ലവേഴ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്, റോക്കി ഇല്ലേ, റോക്കി, അല്ലെങ്കിൽ എ ഡോഗ്, ഒരു നായ ഉണ്ടായിരുന്നു, എ പാരറ്റ്, ഒരു പാരറ്റ് ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു തോണി ഇല്ലായിരുന്നോ, തോണി. അപ്പൊ ബോട്ടെന്നോ കനോയെന്നോ എഴുതാം. ബോട്ട് ഉണ്ടായിരുന്നു, എക്സെട്ര. അവിടെ നിങ്ങൾ കണ്ടത് എഴുതുക. ഹിയർ വി ക്യാൻ സി, ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആ പിക്ചറിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ പേരെല്ലാം ഇങ്ങനെ എഴുതുക. ഓക്കെ, മുതലായവ ഉണ്ട്. ഇവിടെ നമുക്ക് ഇവയൊക്കെ കാണാൻ കഴിയും. ഫസ്റ്റ് സെന്റൻസ് എന്താ എഴുതിയേ? ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് നേച്ചർ. രണ്ടാമത് എന്ത് എഴുതി? ഹിയർ, ഇവിടെ, വി ക്യാൻ സി, നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? ആ പിക്ചറിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് എഴുതുക. ആ പിക്ചറിൽ എന്തൊക്കെയുണ്ട്? പിക്ചറിൽ എന്തൊക്കെ കാണാൻ കഴിഞ്ഞു? ഡോഗ് ഉണ്ട്, ട്രീസ് ഉണ്ട്, പാരറ്റ് ഉണ്ട്, കൗ ഉണ്ട്, ടു മെൻസ് ഉണ്ട്, 2 men, പിന്നെന്താണ്? 2 men, കനോയ് അല്ലെങ്കിൽ ബോട്ട് എന്ന് പറയും. 2 men, കൗ, ബട്ടർഫ്ലൈസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. അപ്പോൾ 2 സെന്റൻസ് മനസ്സിലായല്ലോ. ഇനി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. നിങ്ങൾക്ക് തരുന്ന പിക്ചറിൽ എന്താണോ ഉള്ളത് അത് എഴുതുക. ഇവിടെ എന്തൊക്കെ നമുക്ക് എഴുതാം? ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് അറൗണ്ട് ദ ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈസ് എന്ത് ചെയ്യുന്നു? പൂക്കൾക്ക് ചുറ്റും പറക്കുന്നു. ദ ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ്. ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ്. ബട്ടർഫ്ലൈസ് പറക്കുന്നു. എവിടെയാ? അറൗണ്ട് ദ ഫ്ലവേഴ്സ്. പൂക്കൾക്ക് ചുറ്റും പറക്കുന്നു. കൗ എന്താ ചെയ്യുന്നേ? എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ റിവർ അല്ലെങ്കിൽ പോണ്ട്. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ റിവർ. ഇവിടെ എന്താ ചെയ്യുന്നേ? തുഴയുന്നു അല്ലേ? എ മാൻ ഈസ് റോയിങ് എ ബോട്ട്. എ മാൻ ഈസ് റോയിങ്. റോയിങ് എന്ന് തുഴയുക. ROWING, റോയിങ്. എ മാൻ ഈസ് റോയിങ് എ ബോട്ട്. ഇവിടെ എന്താ ചെയ്യുന്നേ? എ മാൻ ഈസ് സിറ്റിംഗ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ ആൻഡ് കാച്ചിങ് ഫിഷ്. കാച്ചിങ് ഫിഷ്, മീൻ പിടിക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ എഴുതാം എന്നുള്ളത് മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? കിട്ടി. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ എഴുതുക. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ, എന്താണെന്ന് എഴുതുക. രണ്ടാമത് എന്ത് എഴുതണം? ഹിയർ, ഇവിടെ, വി ക്യാൻ സി, നമുക്ക് കാണാൻ കഴിയുന്നു. എന്തൊക്കെയാണ് കാണുന്നത് അത് എഴുതുക. ഇനി മൂന്നാമത്തെ സെന്റൻസ്, നാലാമത്തെ സെന്റൻസ് ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ കണ്ട കാര്യങ്ങൾ എഴുതുക. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായല്ലോ? തെറ്റിക്കാതെ എഴുതാലോ? യെസ്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4 ഇവിടെ നോക്കിയേ. കോളം എ, കോളം ബി, കോളം സി, കോളം ഡി. ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതുക. എ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാണ്? ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. രണ്ടാമത്തത് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. മൂന്നാമത്തത് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. നാലാമത്തത് റോക്കി സേവ്ഡ് ദ മദർ ക്രോ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതറിയാം, എങ്ങനെയാണെന്ന് അറിയാം. ഒന്നാമത്തേത് എന്താണ്? കൂട് താഴേക്ക് വീഴുന്നതാണ്. അതേതാ? ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ദ നെസ്റ്റ് ഫെൽ ഡൗൺ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? എ എന്ന് ഇവിടെ എഴുതണം. അപ്പൊ ഒന്നാമത്തേത് എന്താണ്? എ എന്താണ്? ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ഇതുമല്ലേ മാച്ച് ആയിട്ടുള്ളത്? നോക്കിയേ, ഇതുമല്ലേ മാച്ച് ആയിട്ടുള്ളത്? യെസ്, ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ബി, രണ്ടാമത് എന്താണ്? ഡോഗ് എന്ത് ചെയ്യാണ്? ബ്രാഞ്ച് മാറ്റുകയാണ് അല്ലേ? എന്തിനാ മാറ്റുന്നേ? രക്ഷിക്കാൻ വേണ്ടി. ആരെയാ? ക്രോ, മദർ ക്രോയെ രക്ഷിക്കാൻ വേണ്ടി. റോക്കി സേവ്ഡ് ദ മദർ ക്രോ. റോക്കി സേവ്ഡ് ദ മദർ ക്രോ. അപ്പൊ ബി എന്ന് പറയുന്നത് ഇവിടെയാണ്. ബി എഴുതാനുള്ളത്
കാരണം എന്താ, ഇതാണ് കറക്റ്റ് സെന്റൻസ്. റോക്കി സേവ്ഡ് ദ മദർ ക്രോ. ഇത് ഈ പിക്ചർ എന്താണ്? ദ റോക്കി സേവ്ഡ് ദ മദർ ക്രോ. ഈ പിക്ചർ ദ നെസ്റ്റ് ഫെൽ ഡൗൺ. സെക്കൻഡ്, ഈ ബി പിക്ചർ റോക്കി സേവ്ഡ് ദ മദർ ക്രോ. തേർഡ് പിക്ചർ എന്താണ്? ഒരു ബ്രാഞ്ചിനടിയിൽ ആരാണ്? മദർ ക്രോ ആണ് അല്ലേ. ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. മുറിഞ്ഞു വീണ ബ്രാഞ്ചിനടിയിലാണ് ആരാ? ക്രോ. അപ്പൊ സി ഏതാ വരിക? ഇതാണ് സി. ഇനി ലാസ്റ്റ് ഡി എന്താണ്? ബ്രാഞ്ച് മുറിയുന്നു. ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. കാറ്റത്ത് ബ്രാഞ്ച് ഒടിയുന്നു, ശിഖരം ശാഖ ഒടിയുന്നു. അതിവിടെ എന്ത് എഴുതാം? ഡി എഴുതാം. അപ്പൊ ഈ പിക്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒന്നാമത്തെ പിക്ചർ എന്താണ്? ദ നെസ്റ്റ് ഫെൽ ഡൗൺ. ബി പിക്ചർ എന്താണ്? റോക്കി സേവ്ഡ് ദ മദർ ക്രോ. മൂന്നാമത്തെ പിക്ചറോ, സി പിക്ചർ, ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഡി പിക്ചർ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുമല്ലോ. യെസ്. ഇവിടെ എന്താണ്? ഡയലോഗുകളാണ്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ഇതാരാ പറഞ്ഞേ? ഡോഗ്. റോക്കി അല്ലേ പറഞ്ഞേ പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് പറഞ്ഞത് ആരാ? യെസ്, ആരാണ്? റോക്കി. റോക്കിയാണ് പറഞ്ഞത്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ, എന്നെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞത് ആരാ? റോക്കി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വറൽ. സ്ക്യൂറൽ, എന്നെ വിടൂ, ഞാൻ സ്ക്യൂറൽ അണ്ണാനെ പിടിക്കട്ടെ. ആരാണ് അണ്ണാനെ പിടിക്കാനായിട്ട് പോയത്? ആരാ പോയേ? ക്യാറ്റ്. ആരാ പോയേ? ക്യാറ്റ്. യെസ്, ഇപ്പൊ ക്യാറ്റാണ്. ലീവ് മീ, എന്നെ വിടൂ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ, ഞാൻ സ്ക്യൂറലിനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞു പോയത്. ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ എന്ന് വിളിച്ചത് ആരാ? ക്രോ. ക്രോയിലെ ഹെൽപ്പ് മീ എന്ന് കരഞ്ഞത്. അപ്പൊ ഇതാരുടെ ഡയലോഗുകളാണ് എന്നാണ് ചോദ്യം. ഇതാരുടെയൊക്കെ ആര് പറഞ്ഞ വാക്കുകളാണ്? പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ ആരാ പറഞ്ഞേ? റോക്കി. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ എന്ന് ആര് പറഞ്ഞതാ? ക്യാറ്റ്. ഹെൽപ്പ് മീ എന്ന് പറഞ്ഞത് ആരാ? ക്രോ. ഓക്കെ, ഈസി ആണല്ലോ. പഠിച്ചല്ലോ. പഠിച്ചു. അടുത്ത് നോക്കാം. ആറാമത്തതാണ് റിഡിൽ. റിഡിൽ ഇമ്പോർട്ടൻ്റ് ആണേ. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ, മേക്ക് സ്യൂട്ടബിൾ റിഡിൽ ആൻഡ് റൈറ്റ് ദ സ്പേസ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഐ ഹാവ് ലോങ് ഫെദേഴ്സ്. എനിക്ക് നീളമുള്ള തൂവലുകളുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. മഴയത്ത് ഞാൻ നൃത്തം ചെയ്യും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആരാ? ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഹൂ ആം ഐ? ആരാണ്? എന്താണ് ഉത്തരം? യെസ്, പീകോക്ക്. ഉത്തരം എന്താ? പീകോക്ക്. PEACOCK. പീകോക്ക്. PEACOCK. പീകോക്ക്. നെക്സ്റ്റ് എന്താണ്? രണ്ടാമത്തത് എന്താണ്? മൈ ബീക്ക് ഈസ് സ്ട്രോങ്. എൻ്റെ ചുണ്ടുകൾ സ്ട്രോങ് ആണ്, ശക്തിയുണ്ട്. ഐ പെക്ക് ഓൺ ട്രീസ്. ഞാൻ മരങ്ങളിൽ എന്ത് ചെയ്യും? പെക്കിങ്, കൊത്തി ഹോൾ ഉണ്ടാക്കും. ഐ ഹാവ് എ ഫെദർ ക്രൗൺ. എനിക്ക് തൊപ്പി പോലെ, ഇങ്ങനെ എൻ്റെ തൂവൽ ക്രൗൺ, കിരീടം പോലെയാണ്. ഹൂ ആം ഐ? ആരാ? വുഡ് പെക്കർ. മരം കൊത്തി. മരം കൊത്തി എന്താ? വുഡ് പെക്കർ. വുഡ് പെക്കർ. വുഡ് പെക്കർ, മരം കൊത്തി. വുഡ് പെക്കർ, WOOD. വുഡ് PECKER. പെക്കർ. വുഡ് പെക്കർ. അപ്പൊ ഇതാരാണ്? മൈ ബീക്ക് ഈസ് സ്ട്രോങ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഐ ഹാവ് എ ഫെദർ ക്രൗൺ. ഹൂ ആം ഐ? ഞാൻ ആരാ? വുഡ് പെക്കർ. ഇതുപോലെ ഇനി താഴെയുള്ളത് ഉണ്ടാക്കണം. ഇതാരാണ്? ഡോഗ് ആണ്. ഡോഗ് ആണെങ്കിൽ എന്ത് എഴുതാം? ഐ ബാർക്ക്. ഞാൻ കുരയ്ക്കും. ഐ ബാർക്ക്. ഐ ബാർക്ക്. ഞാൻ കുരയ്ക്കും. അടുത്തെന്ത് പറയാം? ഐ ഗോട്ട് യുവർ ഹോം. ഞാൻ നിങ്ങളുടെ വീട് കാക്കും. ഐ ഗോട്ട് യുവർ ഹൗസ്. ഞാൻ നിങ്ങളുടെ വീട് കാക്കും. ഐ ബാർക്ക്. ഐ ഗോട്ട് യുവർ ഹൗസ്. അടുത്തെന്ത് പറയാം? മൈ ലിറ്റിൽ വൺ ഈസ് കോൾഡ് പപ്പി. അല്ലെങ്കിൽ മൈ ബേബി ഈസ് കോൾഡ് പപ്പി.
എൻ്റെ കുഞ്ഞിനെ പപ്പി എന്നാ വിളിക്കുക. മൈ ലിറ്റിൽ വൺ ഈസ് കോൾഡ് പപ്പി. ലാസ്റ്റ് എന്താ ചോദിക്കേണ്ടേ? ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഉത്തരം എന്താ? ഡോഗ്. അപ്പൊ ഐ ബാർക്ക്, ഞാൻ കുരയ്ക്കും. ഐ ഗാർഡ് യുവർ ഹൗസ്, ഞാൻ നിങ്ങളുടെ വീട് കാക്കും. മൈ ലിറ്റിൽ വൺ ഈസ് കാൾഡ് പപ്പി, എൻ്റെ കുഞ്ഞിനെ പപ്പി എന്നാണ് വിളിക്കുക. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എഴുതാം ഐ സേ ബൗ ബൗ ബൗ, ഞാൻ ബൗ ബൗ എന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യാം? എഴുതാം. അത് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എലിഫന്റ് ആണ് പിക്ചറിൽ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. ഐ ഹാവ് എ ട്രങ്ക്. എനിക്ക് തുമ്പിക്കൈ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എഴുതാം എന്താ? ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ, ഞാനാണ് വലിയ ആനിമൽ. എവിടെത്തിയ? ഓൺ ലാൻഡ്, കരയിലെ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്, കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് ഞാൻ. അടുത്തെന്ത് പറയാം? ഐ ഹാവ് എ ട്രങ്ക്, എനിക്ക് തുമ്പിക്കൈയുണ്ട്. ഐ ഹാവ് എ ട്രങ്ക്, എനിക്ക് തുമ്പിക്കൈയുണ്ട്. ഐ ഹാവ് എ ട്രങ്ക്, എനിക്ക് തുമ്പിക്കൈയുണ്ട്. വേറെ എന്ത് പറയാം? വേറെന്ത് പറയാം? മൈ ടസ്ക്സ് ആർ മൈ ടീത്ത്, എൻ്റെ കൊമ്പുകളാണ് എൻ്റെ പല്ലുകൾ. വേറെന്ത് പറയാം നമുക്ക്? വലിയ ചെവിയുണ്ട്. പില്ലർ പോലുള്ള 4 കാലുകളുണ്ട്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഹൂ ആം ഐ. ഈ 3 സെന്റൻസ് എഴുതുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. എന്തൊക്കെയാണ്? ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്. ഐ ഹാവ് എ ട്രങ്ക്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ ലാൻഡ്, ഞാനാണ് കരയിലെ ഏറ്റവും വലിയ മൃഗം. ഐ ഹാവ് എ ട്രങ്ക്, എനിക്ക് തുമ്പിക്കൈയുണ്ട്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആരാണ്? എലിഫന്റ്. ഓക്കെ. ഇപ്പൊ റിഡിൽസ് ഉണ്ടാക്കുക, റിഡിൽസിന് ഉത്തരം എഴുതുക. അതായിരുന്നു അടുത്ത ചോദ്യം. ഇവിടെ നോക്കിയേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. ബേബി നോക്കാം. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദർ യങ് വൺസ്. യങ് വൺസ് എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞത്, കുഞ്ഞുങ്ങൾ. ഐഡന്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. ഓൺ ഈസ് ഡൺ ഫോർ യു. കൗവിന്റെ കുട്ടി എന്ത് പറയും? കാഫ് എന്ന് പറയും. കൗവിന്റെ കുട്ടി എന്ത് പറയും? ഹാഫ് എന്ന് പറയും. പപ്പി ആരുടെ കുട്ടിയാണ്? പപ്പി ആരുടെ കുട്ടിയാണ്? ഡോഗ്. അപ്പൊ ഡോഗിന്റെ കുട്ടിയാണ് പപ്പി. പഠിച്ചു വെക്ക. കൗവിന്റെ കുട്ടി എന്താ പറയാ? കാഫ്. കൗവിന്റെ കുട്ടി കാഫ്. ഡോഗിന്റെ കുട്ടി പപ്പി. ഡോഗിന്റെ കുഞ്ഞിന് എന്താ പറയാ? പപ്പി. അടുത്ത് നോക്കാം. അടുത്ത ആരാണെന്ന് നോക്കാം. ക്യാറ്റ്. ക്യാറ്റിന്റെ കുഞ്ഞിന് എന്താ പറയാ? ക്യാറ്റിന്റെ കുഞ്ഞിന് എന്താ പറയാ? കിറ്റൻ. ക്യാറ്റിന്റെ കുഞ്ഞിന് എന്താ പറയാ? കിറ്റൻ. KITTEN, കിറ്റൻ. ക്യാറ്റിന്റെ കുഞ്ഞിന് എന്താ പറയാ? കിറ്റൻ. ഇനി കിഡ് എന്ന് പറയുന്ന ആരുടെ കുട്ടിയാണ്? ഗോട്ടിന്റെ കുട്ടിയാണ്. ഗോട്ട്, ആടിന്റെ കുട്ടിയാണ് കിഡ്. ഗോട്ടിന്റെ കുട്ടിയാണ് കിഡ്. അപ്പൊ ക്യാറ്റിന്റെ കുട്ടി ആരാണ്? കിറ്റൻ. ക്യാറ്റിന്റെ യങ് വൺ കിറ്റൻ. ഗോട്ടിന്റെ യങ് വൺ കിഡ്. തെറ്റിക്കില്ലല്ലോ. ഗോട്ടിൻ്റെത് കിഡാണ്, ക്യാറ്റിൻ്റെത് കിറ്റൺ ആണ്. ഓക്കെ. ഇനി 2 എണ്ണം കൂടിയുണ്ട്. ഇതെന്താണ്? ബേർഡ്. ബേർഡും ഉണ്ട്, ഔളും ഉണ്ട്. ബേർഡിന്റെ കുഞ്ഞിന് എന്താ പറയാ? ചിക്ക് എന്നാ പറയാ. നമ്മുടെ ഹെന്നിന്റെ ബേബി ചിക്ക് എന്ന് പറയില്ലേ? അതുപോലെ ബേർഡിന്റെ ബേബി എന്താ പറയാ? ചിക്ക് എന്നാ പറയാ. ഔളിന്റെ ബേബിയെ ഔലറ്റ് എന്ന് പറയും. ഔളിന്റെ ബേബി ഔലറ്റ്. ഔളിന്റെ ബേബി ഔലറ്റ്. ബേർഡിന്റെ ബേബി ചിക്ക്. ഔളിന്റെ ബേബി ഔലറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ബേബിയെ കുറിച്ച് പഠിച്ചു. യങ് വൺസ്. യങ് വൺസ് ഇതുപോലെ യങ് വൺസ് എന്നായിരിക്കും തരിക. പ്രായം കുറഞ്ഞത്. അതിന്റെ ചെറുതിനെ എന്ത് പറയും? കൗവിന്റെ ചെറുതിന് എന്ത് പറയും? കാഫ് എന്ന് പറയും. ഡോഗിന്റെ ബേബി പപ്പി. ക്യാറ്റിന്റെ ബേബി കിറ്റൺ. ഗോട്ടിന്റെ ബേബി കിഡ്.
ബേർഡിന്റെ ബേബി ചിക്ക്, ഔളിന്റെ ബേബി ഔലറ്റ്. ഓക്കെ, മനസ്സിലായോ? ഈസി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.